ഈ എട്ടിന്റെ പണി എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും 28ന്റെ പണി കിട്ടിയ ഒരു ദിവസമായിരുന്നു ഈ മാസം 28-ാം തീയതി. അതായത് എന്റെ ബർത്ത്ഡേയുടെ അന്ന്. ആകെ മൊത്തം ടയേർഡായി കുളമായ ഒരു ദിവസം. ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചടയമംഗലം ജടായുപാറ കാണാനായിട്ട് പോയത്. പോകുന്ന വഴിയിൽ എഴുത്താണിയിലൊക്കെ കയറി ഞങ്ങൾ മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചു. സ്മൂത്തായിട്ട് ഞങ്ങൾ അങ്ങ് എത്തിച്ചേർന്നു. അവിടെ നിന്നാണ് കഥയുടെ ട്വിസ്റ്റ്. ഒരു പള്ളിപ്പെരുന്നാളിനുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ക്യൂ എന്ന് പറഞ്ഞാൽ അന്യായ ക്യൂ. അതും ഒന്നും രണ്ടും ക്യൂ ഒന്നുമല്ല ഗായ്സ്. ആദ്യം ഒരു ക്യൂ നിൽക്കുക, അവിടെ നിന്നൊരു ടിക്കറ്റ് എടുക്കുക, പിന്നെ ഒരു ക്യൂ നിൽക്കുക, അവിടെ നിന്നൊരു ടിക്കറ്റ് എടുക്കുക, പിന്നെ അങ്ങോട്ട് ടിക്കറ്റ് ഒന്നും ഇല്ലെങ്കിലും ക്യൂയോട് ക്യൂ ക്യൂ ക്യൂ. അങ്ങനെ ഉച്ചയോടെ ഞങ്ങൾ ജഡായുവിലെത്തിയെങ്കിലും അങ്ങ് മേലെ എത്തിയപ്പോഴത്തേക്കും വൈകുന്നേരമായി ഗൈസ്. അതിനിടയിൽ മിച്ചുട്ടൻ നല്ലൊരു ഉറക്കമൊക്കെ അങ്ങോട്ട് പാസ്സാക്കി. ഡ്രോവേയിലൊക്കെ കയറിയപ്പോഴത്തേക്ക് അവൻ പേടിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ബട്ട് ഞങ്ങളെക്കാട്ടി കൂടുതൽ എൻജോയ് ചെയ്തത് അവനായിരുന്നു. ഇത്രയും ക്യൂ നിന്ന് മുഷിഞ്ഞ് മുകളിലെത്തിയത് വെറുതെ ആയിരുന്നില്ല ഗൈസ്. നല്ല കിഡു സ്പോട്ടായിരുന്നു, കാണാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ചൂടും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാട്ടി എൻജോയ് ചെയ്തത് മിച്ചൂട്ടനായിരുന്നു. അവൻ ആ സ്പോട്ടൊക്കെ അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടെ എല്ലാം ഓടി നടന്ന് കണ്ട് കളിച്ച് എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും നേരം ക്യൂ നിന്ന് ക്ഷീണിച്ചതിന്റെ ആ വിഷമമൊക്കെ അവിടെ എത്തിയപ്പോൾ അങ്ങോട്ട് മാറിക്കിട്ടി ഗൈസ്. അങ്ങനെ തിരിച്ചു പോരുന്ന വഴിയിൽ ആര്യാസി കയറി 2 മസാല ദോശയൊക്കെ കഴിച്ചു. അങ്ങനെ രാത്രിയായപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പൊ അത്രയുള്ളൂ. ബൈ.